എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ നാമിനെ കുറിച്ചാണ്. നാമി ശരിക്കും ആരാണ്? നാമി ഒരു സെലസ്റ്റിയൽ ഡ്രാഗനാണെന്ന് തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വൺ പീസിൽ ഇതുവരെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ടാർഗറ്റ് വെക്കുന്നുണ്ട്, 25 സബ്സ്ക്രൈബേഴ്സ് തന്നെ. കഴിഞ്ഞ വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ടാർഗറ്റ് നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഈ ടാർഗറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും 25 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ വൺ പീസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുമാത്രമല്ല, ഇന്ന് നിങ്ങൾ വിചാരിക്കാനും നമ്മുടെ ചാനലിൽ 5K സബ്സ്ക്രൈബേഴ്സ് ഇന്ന് തന്നെ അടിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ നമ്മുടെ ചാനലിൽ 5K എന്ന് പറയുന്ന മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആക്കാൻ ഒന്ന് സഹായിക്കുക. അപ്പോൾ ഞാനധികം പറഞ്ഞു പഠിപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് നോക്കാം. നമുക്കിതുവരെ നാമിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും അറിയില്ല. നാമിക്ക് ആകെയുള്ളത് ഒരു ബാക്ക് സ്റ്റോറിയാണ്. അതിലാണെങ്കിൽ നമ്മുടെ നാമിയുടെ ശരിക്കുള്ള പേരൻസിനെ ഒന്നും തന്നെ കാണിക്കുന്നില്ല. അതുമാത്രമല്ല, നാമിനെ അവർക്ക് കിട്ടുന്നത് ഒരു വാർ നടക്കുന്ന സമയത്താണ്. അവിടെ ആയിക്കോട്ടെ വലിയ വലിയ ആൾക്കാരൊക്കെ മരിച്ചത് നമുക്ക് കാണാം. പക്ഷേ നാമി മാത്രം സർവൈവ് ചെയ്തിട്ടാണ് അവിടെ ഉള്ളത്. അതിനുശേഷം നമുക്ക് നാമിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും തന്നെ കാണിക്കുന്നില്ല. അതിനു മുമ്പ് നാമി എന്തായിരുന്നു ചെയ്തിരുന്നത്, നാമിയുടെ പേരൻസ് ആരാണ്, ഇതൊന്നും തന്നെ നമുക്ക് കാണിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ നമ്മുടെ വൺ പീസ് വേൾഡിൽ പല തിയറീസിനും പറയുന്നുണ്ട് നമ്മുടെ നാമി ഒരു റോയൽ ഫാമിലിയിൽപ്പെട്ട ആളാണെന്ന്, ഒരുപക്ഷെ സെലസ്റ്റിയൽ ഡ്രാഗൻ ആണെന്ന് വരെ പറയുന്നുണ്ട്. ഈ തിയറി സത്യമാണെന്ന് പറയാൻ കാരണം നമുക്കറിയാലോ, ഓടെ പലപ്പോഴും കവർ സ്റ്റോറിയിലോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഫാൻ ഷോ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മുടെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഫോട്ടോസ് വരക്കാറുണ്ട്. അതിൽ നാമിയുടെ ഫോട്ടോസ് എപ്പോഴൊക്കെ വരച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ നാമിയുടെ തലയിൽ ഒരു കിരീടം നമുക്ക് കാണാൻ പറ്റും. ഒരു പക്ഷേ നമ്മുടെ ഓട ഇങ്ങനെ ചില കാര്യങ്ങൾ വരക്കുമ്പോൾ അത് ചെറിയൊരു ഹിൻ്റായിട്ട് നമുക്ക് കാണിച്ചു തരാറുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ ഹിൻഡ് ചെയ്യുന്നത് നമ്മുടെ നാമി ഒരു റോയൽ ബ്ലഡിൽപ്പെട്ട ആളാണ് എന്നായിരിക്കും. ഒരു പക്ഷേ ഒരു സെലസ്റ്റിയൽ ഡ്രാഗനും ആവാം. ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ഓട ഇങ്ങനെ വരക്കുന്നത്. ഇനിയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൺ പീസിൽ ഒരുപാട് പ്രിൻസസസിനെ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഏകദേശം നാമിനെ പോലെ തന്നെയാണ് കാണാൻ. ഏകദേശം മുടിയിലെ കളറിന് മാത്രമേ വ്യത്യാസമുള്ളൂ. വിവി ആയിക്കോട്ടെ, ഷിറഹോഷി ആയിക്കോട്ടെ, റെബേക്ക ആയിക്കോട്ടെ, ഇവരെല്ലാവരെയും കാണാൻ ഏകദേശം നാമിനെ പോലെ തന്നെയാണ് ഉള്ളത്. ഒരുപക്ഷെ നമ്മുടെ ഓട ഇങ്ങനെ കാണിക്കാൻ നമ്മുടെ നാമി ഒരു സെലസ്റ്റിയൽ ഡ്രാഗനാണ് അല്ലെങ്കിൽ ഒരു പ്രിൻസസ് ആണെന്ന് നമുക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടി ഒരു ഫോറഷാഡോയിങ് ആയിരിക്കാം. പിന്നെയുള്ള ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ നാമിക്ക് സ്വർണ്ണത്തിനോട് ഭയങ്കര ആർത്തിയാണ്. ഒരു പക്ഷേ ഇതിനും കാരണം നമുക്കറിയാം, നമ്മുടെ സെലസ്റ്റിയൽ ഡ്രാഗൻസിന് ഇതുപോലത്തുള്ള സ്വർണ്ണം അതുപോലെ തന്നെ റിച്ചസ് അങ്ങനെയുള്ള കാര്യത്തിനോടൊക്കെ ഭയങ്കര ഒരു ഇതുണ്ട്, ഒബ്സഷൻ. അതുപോലെ തന്നെ ആയിരിക്കാം നമ്മുടെ നാമിക്കും ഇത് വരാൻ കാരണം. പക്ഷേങ്കിൽ നമ്മുടെ നാമി വളർന്ന സാഹചര്യം വേറെ ആയതുകൊണ്ട് ഇങ്ങനെയായി മാറിയതായിരിക്കും. ഇനി ഇത് മാത്രമല്ല, നമ്മുടെ പല ഡ്രോയിങ്സിലും നമ്മുടെ നാമിയുടെ ഫോട്ടോ വരുമ്പോൾ നമുക്ക് കാണാൻ നമ്മുടെ നാമി ഇമൂസാമയുടെ ഐ എങ്ങനെയാണോ ആവാറുള്ളത് അതേപോലെയൊക്കെ ആകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതുകൊണ്ട് നമ്മുടെ നാമി ഇമൂസാമയുടെ മകളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും നാമി ഒരു റോയൽ ബ്ലഡിൽപ്പെട്ട ആളാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഞാനിങ്ങനെ ഉറപ്പിച്ച് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓട ഇതുവരെ നാമിനെക്കുറിച്ച്, നാമിയുടെ ബാക്ക് സ്റ്റോറി ഒന്നും തന്നെ കാണിച്ചിട്ടില്ല. ഒരു പക്ഷേ ഫൈനൽ വാർ ആകുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും വലിയ തരത്തിലുള്ള ഒരു റിവലേഷൻ നമുക്ക് കാണാൻ പറ്റിയേക്കും നമ്മുടെ നാമിനെക്കുറിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ വൺ പീസിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട്, നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ളതിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു മേജർ അല്ലെങ്കിൽ മെയിൻ ഫിഗർ ആയിരിക്കും നമ്മുടെ നാമിയുടെ ഫാദർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു റിവലേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു തിയറിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. നമ്മുടെ നാമി ഒരു സെലസ്റ്റിയൽ ഡ്രാഗൻ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ 5K ആക്കാൻ നിങ്ങളെ കൊണ്ട് ഇന്ന് വിചാരിച്ചാൽ പറ്റും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു സമയത്ത് കാണുന്നവരെ ബൈ ബൈ.